ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരാൾക്ക് ഒരു പോക്കുവരവിന്റെ അപേക്ഷ ഓൺലൈനിൽ സമർപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. എന്താണ് പോക്കുവരവ് എന്ന് ചോദിച്ചാൽ, ഒരാളുടെ കയ്യിൽ നിന്നും മറ്റൊരാൾ സ്ഥലം വാങ്ങിക്കുമ്പോൾ നിയമപ്രകാരം രജിസ്ട്രേഷനൊക്കെ നടന്നു കഴിയുമ്പോൾ വാങ്ങിക്കുന്ന പുതിയ ആളുടെ പേരിലേക്ക് നികുതി അടച്ച് വില്ലേജിലെ നികുതി അടക്കുന്ന അല്ലെങ്കിൽ വില്ലേജിലേക്കും കൂടി അത് മാറ്റുന്ന പ്രക്രിയയാണ് പോക്കുവരവ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിൽക്കുന്ന ആളുടെ കയ്യിൽ നിന്നും പോകുന്നു, വാങ്ങുന്ന ആളുടെ കയ്യിൽ വരുന്നു. അതാണ് പോക്കുവരവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് ചെയ്യാനായിട്ട് നമുക്ക് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കണം. ആദ്യം വീഡിയോ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സിറ്റിസൺ ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ID ഉപയോഗിച്ചിട്ട് ഇവിടെ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടാവും. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സംബന്ധമായിട്ടുള്ള സർവീസുകൾ ഇവിടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ സർവീസസ് എന്നുള്ള സെക്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ പോക്കുവരവ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. പോക്കുവരവ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് ആവശ്യമുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ലാൻഡ് ടാക്സ് റെസിപ്റ്റ് ആണ്, അതുപോലെ തന്നെ ലാസ്റ്റ് ഡീഡാണ്, അതായത് പുതുതായിട്ട് വാങ്ങിയ ആളുടെ പേരിലേക്ക് മാറപ്പെട്ട ആധാരം, അതുപോലെ തന്നെ പഴയ ആളുടെ പേരിൽ അവസാനമായിട്ടുള്ള ലാൻഡ് ടാക്സ് റെസിപ്റ്റ്, പിന്നെ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെയാണ്. അതായത് ആ ഒരു സംഭവം അക്സെപ്റ്റബിൾ അപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രം, അത് അവകാശികൾക്ക് സ്ഥലം കൈമാറുന്ന അവകാശികളുടെ പേരിലേക്ക് മാറുന്ന സമയങ്ങളിലാണെങ്കിൽ മാത്രം. പിന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ, അതായത് മറ്റൊരാളുടെ പേരിലേക്ക് കുടുംബത്തിൽ നിന്ന് മാറി വരുന്ന സ്വത്തുകൾ കാര്യങ്ങളൊക്കെയാണ്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ലൊക്കേഷൻ ഡീറ്റെയിൽസുകൾ എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ജില്ല, താലൂക്ക്, വില്ലേജ്, ബ്ലോക്ക് ക്രമത്തിൽ അത് ആദ്യം തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തണ്ടപ്പേര് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. തണ്ടപ്പേര് നമ്പർ എന്ന് പറയുമ്പോൾ വിൽക്കുന്ന ആളുടെ, അതായത് നിലവിലുള്ള തണ്ടപ്പേര് നമ്പർ ആയിരിക്കണം നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം വ്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നിലവിൽ ഉള്ള ആളുടെ പേര് ഇവിടെ കാണിച്ചിട്ടുണ്ടാവും, അവരുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. വിൽക്കുന്ന ആളുടെ നിലവിലുള്ള സർവേ നമ്പർ കൂടി ഇവിടെ രേഖപ്പെടുത്തി കൊടുക്കുക. ശേഷം താഴേക്ക് വരിക. ഇവിടെ നമുക്ക് ബയ്യറുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്, അതായത് വാങ്ങുന്ന ആളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു വില്ലേജിൽ ഈ ബ്ലോക്കിൽ തന്നെ മറ്റൊരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ തണ്ടപ്പേര് നമ്പർ എന്നുള്ള ഭാഗത്ത് ആ ഒരു തണ്ടപ്പേര് നമ്പർ കൊടുക്കാവുന്നതാണ്. ഇനിയല്ല വ്യക്തിക്ക് വേറെ സ്ഥലങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ന്യൂ തണ്ടപ്പേർ എന്നുള്ള ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു തണ്ടപ്പേര് നമ്പർ അവിടെ കൊടുക്കും. ഇവിടെ വാങ്ങുന്ന ആളുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. പേര്, സർനെയിം, അഡ്രസ്, അഡ്രസ് 2, അതുപോലെ തന്നെ അഡ്രസ് 3 കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ കൂടി ഉൾപ്പെടുത്തി ആഡ് ഡാറ്റ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു തണ്ടപ്പേര് നമ്പർ അവർക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകും. ഇനി ഈ ഒരു സ്ഥലം വാങ്ങിക്കുന്ന ആളുകൾ ഒന്നിലധികം ആളുകൾ ഉണ്ടെങ്കിൽ, അതായത് ഒരു സ്ഥലം ഭാര്യ ഭർത്താവ് ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ അവിടെ ആഡ് ന്യൂ മെമ്പേഴ്സ് കൊടുത്തിട്ട് അടുത്ത ആളെ കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സെല്ലർ ഡീറ്റെയിൽസ് ഡിസ്പ്ലേഡ് കറക്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണിക്കും. യെസ് തന്നെയായിരിക്കും നോർമലി ഉണ്ടാവുക, നമ്മൾ മാറ്റം വരുത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്തായിട്ട് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽ ആണ്. ഇവിടെ എത്ര സെന്റ് സ്ഥലമാണ്, എത്ര സ്ക്വയർ മീറ്റർ അല്ലെങ്കിൽ എത്ര 6 സ്ഥലമാണ് വാങ്ങിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഒരാളുടെ കയ്യിലുള്ള സ്ഥലം മുഴുവനായിട്ട് അതേപോലെ തന്നെ വാങ്ങിക്കുകയാണെങ്കിൽ അതിനകത്ത് ലാൻഡ് ടാക്സ് റെസിപ്റ്റ് എങ്ങനെയാണോ ഉള്ളത് അത് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനിയല്ല എത്ര സെന്റ് സ്ഥലമാണ് നമ്മൾ വാങ്ങിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ അവരുടെ പുതിയ ആധാരത്തിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും എത്ര സെന്റ് സ്ഥലമാണ് എന്നുള്ളത്. അത് അവിടെ രേഖപ്പെടുത്തി കൊടുക്കുക, അല്ലെങ്കിൽ ആ സ്ക്വയർ മീറ്റർ അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും, അത് അവിടെ രേഖപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ലാൻഡ് ടാക്സ് റെസിപ്റ്റ്, ലാസ്റ്റ് ഡീഡ് എന്നിവ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡോക്യുമെന്റ് ഡീറ്റെയിൽ ആണ്, ഏത് സബ് രജിസ്ട്രാർ ഓഫീസിന്റെ കീഴിലാണ് ഈ ഒരു രജിസ്ട്രേഷൻ നടന്നിരിക്കുന്നത് എന്നത് കൃത്യമായിട്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡോക്യുമെന്റ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഡോക്യുമെന്റിന്റെ വർഷം കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ സേവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, സേവ് ആൻഡ് ഫോർവേഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സേവ് എന്നുള്ള ഭാഗത്തായിരിക്കണം നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സേവ് ആൻഡ് ഫോർവേഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമ്മൾ അപേക്ഷ സേവ് ആവുകയും ചെയ്യും, വില്ലേജിലേക്ക് ഫോർവേഡ് ആവുകയും ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ സേവ് ആണ് ക്ലിക്ക് ചെയ്ത്, നിങ്ങൾ സേവ് ആൻഡ് ഫോർവേഡ് ആയിരിക്കണം ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ഞാനിപ്പോൾ സേവ് ആൻഡ് ഫോർവേഡ് സേവ് കൊടുത്തു ഓൾ ആപ്ലിക്കേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു അപേക്ഷ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ സേവ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഓൾ ആപ്ലിക്കേഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നിന്നും ഫോർവേഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇവിടെ ഫോർവേഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് വില്ലേജിലേക്ക് നമുക്കിത് ഫോർവേഡ് ചെയ്യാനും സാധിക്കും. ഈ ഒരു രീതിയിലാണ് പോക്കുവരവ് റിക്വസ്റ്റ് നമ്മൾ ഓൺലൈനിൽ ചെയ്യുന്നത്.